അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓർക്കിഡ് കൃഷിയുടെ 3-ാം ഭാഗത്തെക്കുറിച്ചാണ്. ഇതെനിക്ക് തോന്നുന്നു ലോകത്ത് ആദ്യമായിരിക്കാം ഇങ്ങനെ ഒരു ടവർ നിങ്ങൾ ഉണ്ടാക്കി കണ്ടിരിക്കുന്നത്. ഈ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് 2 മീറ്റർ ഉയരമാണ്. ഇതിന് ഓരോന്നിനും 2 മീറ്റർ ഉയരമാണ്. ഈ ടവർ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് വലിയ ഒരു കട്ടിയുള്ള ഒരു ചെടിച്ചട്ടി, അതിനുള്ളിൽ ഈ PVC പൈപ്പ് ഇങ്ങനെ നാട്ടിയിരിക്കുന്നു. ആ PVC പൈപ്പിൻ്റെ അടിയിൽ ഹോളുണ്ടാക്കിയിട്ട് അതിൽ കമ്പി നാട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ കമ്പി ചെടിച്ചട്ടിക്ക് PVC പൈപ്പിൽ കമ്പി അടിയിൽ ഹോളുണ്ടാക്കിയിട്ട് ആ കമ്പി അതിനകത്ത് വെച്ചിട്ട് ചെടിച്ചട്ടിക്കകത്ത് വെച്ച് ഉറപ്പിച്ചിട്ട് നമ്മൾ ബേബി മെറ്റലിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉറച്ചു. പിന്നെ ചെയ്തിരിക്കുന്നത് അതിന് ചുറ്റും നെറ്റ് ഘടിപ്പിച്ചിട്ട്, കണ്ടോ നിങ്ങൾ നെറ്റ് കണ്ടോ? ആ നെറ്റ് ഇങ്ങനെ ചുറ്റിനും വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇഷ്ടിക കഷ്ണങ്ങൾ, നമുക്ക് വേസ്റ്റായിട്ട് പുറത്തൊക്കെ കിടക്കുന്ന ഇഷ്ടിക കഷ്ണങ്ങൾ, അതുപോലെ മടൽ, കരിക്കട്ടകൾ, ഇവയെല്ലാം കൊണ്ട് നിറച്ച് നമ്മൾ ഈ നെറ്റ് നമ്മളെ ഒന്നിച്ച് കൂട്ടി തയ്ച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഓരോ നെറ്റിലും നമ്മൾ ആ 22 ടവറിൽ 22 ചെടിയാണ് ഉള്ളത്. ആ 22 ചെടികൾ നമ്മൾ പിടിപ്പിച്ചിരിക്കുകയാണ്. ചെറിയ വള്ളി കൊണ്ട് നമ്മളത് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടോ എത്ര ഭംഗിയായിട്ടിരിക്കുന്നു, നോക്കിയേ. ടവർ കണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ടവർ? ഇതിൽ ഓരോന്നിനും 22 ചെടികളാണ്. ഇതിൻ്റെ പേര് ആദ്യത്തതിൻ്റെ പേര് സെൻട്രോബിയം സോണിയ വൈറ്റ്, രണ്ടാമത്തതിൻ്റെ പേര് ഡെൻഡ്രോബിയം സോണിയ റെഡ്, മൂന്നാമത്തതിൻ്റെ പേര് ഡെൻഡ്രോബിയം സോണിയ റാസ്കുള്, നാലാമത്തതിൻ്റെ പേര് ഡെൻഡ്രോബിയം ബുറാന ജെയ്ഡ്. അങ്ങനെ 4 ഇനങ്ങളിലുള്ള ചെടിയാണിത്. ഇത് ഈ ടവർ നിർമ്മാണം വളരെ ചെലവ് കുറവാണ്. ഇത് നമുക്കറിയാം, നമ്മൾ പുറത്ത് കിടക്കുന്ന വേസ്റ്റൊക്കെയാണ് അതിനകത്ത് കിടക്കുന്നത്, അല്ലേ? അപ്പം നമുക്ക് വാങ്ങിക്കുന്നത് ആ PVC പൈപ്പിൻ്റെയും അതുപോലെ തന്നെ ആ നെറ്റിൻ്റെയും വില മാത്രമേ നമുക്ക് ചിലവായിട്ടുള്ളൂ. അല്ലാതെ നമ്മൾക്ക് വേറെ ചിലവൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ കൊട്ട വാങ്ങിച്ച് വെക്കുന്നതിനെക്കാട്ടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും അങ്ങനെയല്ലേ തോന്നിയിരിക്കുന്നത്? പിന്നെ ചിലവ് കുറവാണ്. പിന്നെ ഇതിന് വളരെ പ്രയോജനം എന്തെന്ന് വെച്ചാൽ, ഇതിനുണ്ടാകുന്ന ഫ്ലവർ ഒരേ കളറിലുള്ള ഫ്ലവറായിരിക്കും ഓരോ ടവറിലും ഉള്ളത്, അല്ലേ? അപ്പോൾ വളരെ ഭംഗിയായിരിക്കും. അതുപോലെ ഇതിനുണ്ടാകുന്ന ബേബി പ്ലാന്റ് നമുക്ക് വളരെ പെട്ടെന്ന് അതിനകത്തുനിന്ന് അടർത്തിയെടുത്ത് നമുക്ക് റീപ്ലാന്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വളപ്രയോഗം വളരെ എളുപ്പമായിരിക്കും. നമുക്ക് എല്ലാത്തിനും കൂടി ഒന്നിച്ച് ഒരു ടവറിലുള്ള 22 ചെടിക്ക് നമുക്ക് ഒന്നിച്ച് സ്പ്രേ ചെയ്ത് വെള്ളമൊഴിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വളപ്രയോഗം ചെയ്യാൻ സാധിക്കും, കീടനാശിനികൾ അടിക്കാൻ സാധിക്കും. അതുകൊണ്ട് പരിചരണം വളരെ എളുപ്പമായിരിക്കും. അതുപോലെ സ്ഥലം വളരെ കുറവ് മതി, അല്ലേ? നമ്മൾക്ക് ഇത്രയും നിരത്തി വെക്കേണ്ട കാര്യമില്ല. ഇത്രയും സ്ഥലം നമുക്ക് ആവശ്യമുള്ളൂ. ഈ ചെടിച്ചട്ടിയുടെ ഇരിക്കുന്ന 4 ചെടിച്ചട്ടി ഇരിക്കുന്ന അത്രയും അകലത്തിൽ 88 ചെടികൾ കൊണ്ടില്ലേ? അപ്പോൾ അതെനിക്ക് തോന്നുന്നു സ്ഥലം വളരെ കുറവ് മതി. ഇങ്ങനെ നമുക്ക് ഫ്ലവർ ഇങ്ങനെ ഒരു ടവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് സ്റ്റാർ ഹോട്ടൽ, കൺവെൻഷൻ സെൻറ്റർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യൂണിറ്റായിട്ട് വിൽക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഒരു ടവർ ഉണ്ടാക്കി നമുക്ക് വിൽക്കുവാൻ സാധിക്കും. അവർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. ഒന്നിച്ച് ഫ്ലവർ ഇപ്പോഴല്ല അതിൻ്റെ ഭംഗി, ഇപ്പം നമ്മളിത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പൂവുണ്ടായി കഴിയുമ്പോഴായിരിക്കും നല്ല ഭംഗി, അല്ലേ? പല കളറിലുള്ള പൂവ് ഈ 4 ടവറിലും ഉണ്ടായി നിൽക്കുമ്പോൾ വളരെ ഭംഗിയായിരിക്കും. അങ്ങനെ ഫ്ലവർ വരുമ്പോഴൊക്കെ ഞങ്ങൾ കാണിക്കാം കേട്ടോ. അതുപോലെ വേരുകൾ പെട്ടെന്ന് അതിന്മേൽ കയറി പിടിച്ച് വ്യാപിക്കുവാൻ സാധിക്കും. ഒരു കൊട്ടയ്ക്കകത്താണെങ്കിൽ ആ കൊട്ടയിൽ മാത്രമേ അത് ഒതുങ്ങത്തുള്ളൂ. ഇതിലാകുമ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് അതിന് വേര് പിടിക്കാനുള്ള സ്ഥല സൗകര്യങ്ങൾ അതിനുണ്ട്. അതുപോലെ ഉറുമ്പ്, ഒച്ച ഇവയുടെയൊക്കെ കീടങ്ങളുടെയൊക്കെ ഉപദ്രവം വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഓർക്കിഡ് ടവർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? ഒരു ഭംഗിയല്ലേ കണ്ടിട്ട്? വളരെ ചിലവ് കുറവ്, അതുപോലെ സ്ഥലം ലാഭം,
പരിചരണം എളുപ്പം, എല്ലാം കൊണ്ടും വളരെ ഒരു നല്ല ഒരു സംരംഭമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങൾ മേളിൽ ഇനി കുഴപ്പമൊന്നും ഉണ്ടാകില്ല, എന്നാലും ഞങ്ങളുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ മേളിലൊരു കമ്പി വലിച്ചു കെട്ടിട്ടുണ്ട്. 2 മരത്തേലും കൂടി ഒരു കമ്പി വലിച്ചു കെട്ടിയിട്ടുണ്ട്. അപ്പം മേളിൽ നല്ല ഉറപ്പ് കിട്ടും. ഇത്ര ഉയരമുള്ളത് കാരണം ഞങ്ങൾക്കൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. നല്ല ഉറപ്പുണ്ട്, പക്ഷേ എന്നാലും അത് പിന്നെ ഒരു ഉറപ്പിന് വേണ്ടി ഞങ്ങൾ മേളിൽ അത് ഒരു കമ്പി വലിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ചെടിച്ചട്ടിയുടെ ചുറ്റിനും ചെറിയ പുല്ല് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഭംഗിയായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളുടെ പരീക്ഷണമാണ് കേട്ടോ എല്ലാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ മൂന്നാം ഭാഗം ഞങ്ങൾ ഉടനെ ഇടുന്നതാണ്. അതിനകത്ത് ഓർക്കിഡിൻ്റെ വളപ്രയോഗങ്ങൾ, കീടനാശിനി എങ്ങനെ നമുക്കതിന് കീടനാശിനികൾ എങ്ങനെ കൊടുക്കാം, അതുപോലെ അതിൻ്റെ പരിചരണങ്ങൾ എങ്ങനെയാണ് എന്നിങ്ങനെ പല ഭാഗങ്ങളായിട്ട് ഞങ്ങൾ കാണിക്കുന്നതാണ്. 4ാം ഭാഗം കാണിക്കുന്നതാണ്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോകൾ ഉടനടി കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി ഞങ്ങളുടെ നേരത്തെ ഓർക്കിഡിൻ്റെ പൂ കാണിച്ചു തരട്ടെ. കണ്ടോ എത്ര ഭംഗിയായിട്ട് നിൽക്കുന്ന വെള്ളപ്പൂക്കൾ കണ്ടോ. അതുപോലെ ഇതേ മൊട്ട് കണ്ടോ, ഇതും വൈറ്റാണ്. പിന്നെ ഇതെവിടെ കണ്ടോ മൊട്ടുണ്ടായിട്ടുണ്ട്. ഇവിടെ മൊട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ റെഡിൻ്റെ മൊട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മൊട്ടുണ്ട്. എല്ലാത്തിലും മൊട്ടുണ്ടായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഭാഗം കാണിച്ച ഓർക്കിഡാണ്. കണ്ടോ, അവിടെയൊക്കെ മൊട്ടുണ്ട്. അതൊക്കെ റെഡ് കളറും വയലറ്റ് കളറൊക്കെയാണ്. ഈ പൂവിട്ട് കഴിയുമ്പോൾ അങ്ങേ അറ്റത്തുമുണ്ട്. കണ്ടോ ഇനി പൂവിട്ട് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഓക്കേ, താങ്ക് യു.